പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡെമോക്രസിയുടെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ അല്ലെങ്കിൽ മാർക്സിസം വളരെ വയലന്റ്ലി ആയിട്ട് ലിബറൽ ഡെമോക്രസിയെ ആക്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര വളരെ സ്ട്രോങ്ലി മാർക്സിസം ലിബറൽ ഡെമോക്രസിയെ ഒപ്പോസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു ചർച്ചകളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവസാന ഭാഗത്ത് തന്നെ ഞാൻ പറയുകയുണ്ടായി, ഇനിയുള്ളത് ഈ ഒരു ക്രിറ്റിസിസം പീരീഡ് കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നത് എന്താണ് അവർക്ക് ആക്ച്വലി ഡെമോക്രസിയെ കുറിച്ച് പറയാനുള്ളത്, മാർക്സിസത്തിന് എന്താണ് ഡെമോക്രസിയെ കുറിച്ച് പറയാനുള്ളത് എന്നൊരു ഭാഗമാണ്. അപ്പോ പൊതുവെ ഞാൻ മുമ്പൊരു ക്ലാസ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഡിക്റ്റാറ്റർഷിപ്പ്. കാരണം പൊതുവെ ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് വരുന്ന ഒന്നുണ്ട്, അടിച്ചമർത്തുന്ന, ഒപ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് നമ്മൾ പൊതുവെ നമുക്ക് മനസ്സിലോട്ട് വരാറുണ്ട്. അപ്പോ മാർക്സിയൻ തിയറി ഓഫ് ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർക്സ് പൊതുവെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ തന്നെ മാർക്സ് തള്ളിക്കളയുന്നുണ്ട്. കാരണം ഒരിക്കലും മാർക്സ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒപ്രസീവ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് പവർ ഓൾവേസ് ഇംപ്ലൈസ് ഡിക്റ്റേറ്റർഷിപ്പ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കൊയേഴ്സീവ് മെഷറാണ്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. മാർക്സ് എപ്പോഴും സ്റ്റേറ്റിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ എല്ലാം കഴിഞ്ഞിട്ട് ഒരു അവസാനം വരുന്ന മാർക്സിയൻ അതൊരു സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി ആയിട്ട് മാർക്സ് അവതരിപ്പിക്കുന്നത്. അപ്പോ മാർക്സ് ഇങ്ങനെ ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റേറ്റിന്റെയും ഏത് തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്നൂടെ നോക്കണം. അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും എങ്ങനെയാണെങ്കിലും, പക്ഷെ ആ ഒരു സ്റ്റേറ്റിനെ ആര് ഭരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ റൂളിംഗ് ക്ലാസിനെ നോക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്ന് നമുക്ക് നോക്കണ്ടേ. എന്നിട്ട് മാർക്സ് പറയുന്നത് ബൂർഷ്വാസി ഡെമോക്രസി അല്ലെങ്കിൽ ബൂർഷ്വാസി ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ പറയും, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ബൂർഷ്വാസി ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ് ഡൊമിനേറ്റഡ് ബൈ ബൂർഷ്വാസികൾ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസുകൾ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബൂർഷ്വാസി ഡെമോക്രസി. അപ്പൊ അവിടെയും ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. പക്ഷെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുമ്പം അവിടെ ബൂർഷ്വാസികളല്ല, മറിച്ച് പ്രോലിറ്റേറിയറ്റ് തൊഴിലാളികളാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്, അവരാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അവിടെ ഡൊമിനന്റ് ക്ലാസ്. അപ്പൊ അതാണ് അദ്ദേഹം ഈ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദി പ്രോലിറ്റേറിയറ്റും ലിബറൽ ഡെമോക്രസിയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ ഈ ഒരു ഡിക്റ്റാറ്റർഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിപ്പോ എന്ന് വെച്ചാൽ ഒരു വയലന്റ് ഓവർത്രോ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, വയലന്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ റെവല്യൂഷനിലൂടെ നിലവിലുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയായിട്ടുള്ള ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് അതിനുശേഷം വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ്. ദിസ് ഈസ് നോട്ട് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ. മാർക്സ് പറയുന്ന ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം, അതായത് റിട്ടൺ ഹിസ്റ്ററിക്ക് മുമ്പുള്ള സമയമാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. അതായത് ആ സമയത്ത് കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി, ഒപ്രഷനും ഒപ്രസ്ഡും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിനാണ് മാർക്ക് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിന് ശേഷം ഓരോ ഹിസ്റ്റോറിക്കൽ കാലഘട്ടങ്ങളിലും ഒരു ഒപ്രസ്ഡും ഉണ്ടായി. അങ്ങനെ അത് ഇവിടെ ഫൈനൽ സ്റ്റേജ് എത്തി, ക്യാപിറ്റലിസം ഓവർത്രോ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റിയിൽ എത്തുന്നതിന് മുമ്പുള്ള ഈ ഓവർത്രോ കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി മാർക്സ് കണ്ടാൽ മാർക്സിയൻ സൊസൈറ്റിയിൽ എത്തുന്നത് അതിനൊരു ഗ്രൗണ്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്റർമീഡിയറി സ്റ്റേജ് ആണ് ഈ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡൊമിനേറ്റഡും ആയിട്ടുള്ള ഒരു ക്ലാസ് ഇല്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ് കൊണ്ട് മാർക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുകൊണ്ട് മാർക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിക്റ്റാറ്റർഷിപ്പ് എന്നുകൊണ്ട്
ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് അപ്പാരറ്റസ്. കാരണം എന്തുകൊണ്ടാണ് മാർക്സ് ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ദർ ഇസ് എൻ എലമെന്റ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റുകളും ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്ന് മാർക്സ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വയലന്റ് ഓവർത്രോ ഓഫ് ക്യാപിറ്റലിസത്തിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് പ്രോലിറ്റേറിയറ്റുകൾ അധികാരത്തിലേറുന്ന സമയത്ത് അപ്പോഴും അവിടെ സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ്, ആ സ്റ്റേജ് എത്തിയിട്ടില്ല, സ്റ്റേറ്റ് നശിച്ചിട്ടില്ല. സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്റ്റേറ്റിനകത്താണ് പ്രോലിറ്റേറിയറ്റുകൾ അധികാരം കൈയേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന അപ്പാരറ്റസ് അവിടെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിനെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് വിളിക്കാനുണ്ടായ കാരണം. അതിനകത്ത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടേം ഉപയോഗിക്കാനുള്ള കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്ന എലമെന്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് മാർക്സിസ്റ്റ് സൊസൈറ്റിയിൽ എത്തുന്ന സമയത്താണ് സ്റ്റേറ്റ് ഒഴിഞ്ഞു പോകുന്നത്. കാരണം വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ്, മാർക്സ് കാണുന്ന വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് അവിടെയാണ് നടക്കുന്നത്. അപ്പോ ഇതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് ആ ഒരു ഇടക്കാല ഭരണം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണത്. അതിനെ സൂചിപ്പിക്കാനുണ്ട്, അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം. പിന്നെ പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ഈ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിക്റ്റാറ്റർഷിപ്പ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെയുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല, നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണമല്ല അദ്ദേഹത്തിന്റെ ഡിക്റ്റാറ്റർഷിപ്പിലൂടെ അല്ലെങ്കിൽ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റിൽ ഉദ്ദേശിക്കുന്നത്. അവിടെ അദ്ദേഹം പറയും, മാർക്സ് പറയുന്നത് there is a complete socialization of the major means of production. സമൂഹത്തിലെ മീൻസ് ഓഫ് പ്രൊഡക്ഷനെ എല്ലാം സോഷ്യലൈസ് ചെയ്തുകൊണ്ട്, അതായത് കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി വരുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ കളക്റ്റീവ് ഓണർഷിപ്പ് വരുന്നു, അതുപോലെ തന്നെ സോഷ്യൽ നീഡ്സ്, ജനങ്ങൾ സമൂഹത്തിന് ആവശ്യമായുള്ള രീതിയിലുള്ള മെറ്റീരിയൽ പ്രൊഡക്ഷന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹൗസിംഗ് ഫോർ ദ മാസസ്, സയൻസ് ആൻഡ് ടെക്നോളജി ഫുള്ളി ഡെവലപ്ഡ് ആകുന്ന. അപ്പൊ ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു ആ വികസനം ഉള്ള കളക്റ്റീവ് ഓണർഷിപ്പുള്ള ചെറിയൊരു വിഭാഗത്തിനെ മാത്രം അഡ്രസ് ചെയ്യുന്ന, അല്ലാതെ സമൂഹത്തിന് എല്ലാവരെയും ഒരുപോലെ കാണുന്ന അത്തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റിന് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗപ്പൂരിനെ കുറിച്ചുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച്. കാരണം സിംഗപ്പൂരിനെ ഒരു മോഡേൺ നാഷണൽ സ്റ്റേറ്റ് ആക്കി മാറ്റിയതിൽ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് വളരെയധികം പങ്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ചാണ് മാർക്സ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ളത് ഈ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് ഒരു കോൺക്രീറ്റ് ഡെമോക്രസി ആകുന്നത്, അതായത് ലിബറൽ ഡെമോക്രസിയെക്കാളും ഡെമോക്രസിക്ക് കൂടുതൽ അവകാശം ഉള്ളത്, അല്ലെങ്കിൽ ഡെമോക്രസിയുടെ അവകാശികൾ എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ് ഈ ഒരു സ്റ്റേജിലാണ് ലിബറൽ ഡെമോക്രസിയെക്കാളും കൂടുതൽ ഡെമോക്രസി നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഡിക്റ്റാറ്റർഷിപ്പ് പലപ്പോഴും ഡെമോക്രസി എന്ന് അതും ആന്റി തീസിസ് ആണ്. ഡിക്റ്റാറ്റർഷിപ്പ് ഒരറ്റത്തും ഡെമോക്രസി വേറെ അറ്റത്താണ്. രണ്ടും ഒരുമിച്ച് പോകാൻ കഴിയാത്ത രണ്ട് കോൺസെപ്റ്റുകളാണ് ഡിക്റ്റാറ്റർഷിപ്പുകളും ഡെമോക്രസികളും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അതിനെ ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് വിളിക്കാനാണ് മാർക്സ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയാനുണ്ടായ ഒരു കാരണം ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ചാൽ ദർ ഇസ് നോ ഡിഫറൻസ് വെദർ യു കാൾ ഇറ്റ് ആസ് എ ഡെമോക്രസി ഓർ ഡിക്റ്റാറ്റർഷിപ്പ്. നിങ്ങൾ ഡെമോക്രസി എന്ന് വിളിച്ചാലും ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. കാരണം ഡെമോക്രസി എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് റൂൾ ഓഫ് ദ മെജോറിറ്റി, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതാണ് ഡെമോക്രസിയിൽ സാധ്യമാകുന്നത്. അല്ലെങ്കിൽ മെജോറിറ്റി തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷെ അപ്പോഴും മൈനോറിറ്റിയുടെ റൈറ്റുകളും അവരുടെ ആവശ്യങ്ങളും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായത്തെയാണ് ഐഡിയൽ ആയിട്ട് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഐഡിയൽ ഡെമോക്രസി എടുത്തിട്ട് ഡെമോക്രസി എന്ന് പറയുമ്പം റൂൾ ഓഫ് മെജോറിറ്റി ഓവർ മൈനോറിറ്റി എന്നുള്ളതാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഡെമോക്രസി എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസി അല്ല. കാരണം ലിബറൽ ഡെമോക്രസിയിൽ മൈനോറിറ്റി ആയിട്ടുള്ള
ഈ ഈ ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, ബൂർഷ്വാസി ക്ലാസ് ആണ് അധികാരം കൈയാളുന്നത്. അവര് മെജോറിറ്റി ആയിട്ടുള്ള പ്രോലിറ്റേറിയറ്റിനെ ഭരിക്കുന്നു. അതുകൊണ്ട് അത് യഥാർത്ഥ ഡെമോക്രസി അല്ല, മറിച്ച് ഡിക്ടാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റ് വേർ ദ മെജോറിറ്റി വിൽ ബി ദ വർക്കിംഗ് ക്ലാസ്. സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളില്ല, അവരായിരിക്കും അവിടെ മെജോറിറ്റി, അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയിലും അവരായിരിക്കും മെജോറിറ്റി. അപ്പൊ ഈ ഒരു മെജോറിറ്റി മൈനോറിറ്റിയുടെ മേൽ അധികാരം കൈയാളുന്ന, മൈനോറിറ്റി ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുകളുടെ മേൽ അധികാരം കൈയാളുന്ന, അപ്പോഴാണ് മെജോറിറ്റി മൈനോറിറ്റിയുടെ മുകളിൽ ഭരിക്കുന്നത്, റൂള് ചെയ്യുന്നത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള ഐഡിയൽ ഡെമോക്രസി, ഡിക്ടാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റിലാണ് പോസിബിൾ ആകുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ഷുവർലി മോർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ദാൻ എ ബൂർഷ്വാസി സ്റ്റേറ്റ്. ഒരു ഈ പ്രോലിറ്റേറിയറ്റ് ഓഫ് ഡിക്ടാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റിലാണ് കൂടുതൽ ഡെമോക്രസി ഉള്ളത് ബൂർഷ്വാസി ലിബറൽ ഡെമോക്രസിയെക്കാളും എന്നും പറയുന്നത്. അപ്പോ പിന്നെയുള്ളത് കുറച്ച് കാര്യങ്ങളെന്ന് പറയാൻ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ക്യാപിറ്റലിസ്റ്റ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡൊമിനേഷൻ ഓഫ് ദ മൈനോറിറ്റി, അതായത് ദ ക്യാപിറ്റലിസ്റ്റ് ഓവർ ദ മെജോറിറ്റി. സോഷ്യലിസ്റ്റ് സിസ്റ്റം വരുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രൊട്ടക്ഷൻ ഈസ് മെയിൻറ്റൈൻ ബൈ സോഷ്യലിസ്റ്റ് ഡെമോക്രസി എൻഷുർ ദ ഡൊമിനേഷൻ ഓഫ് മെജോറിറ്റി ദ വർക്കേഴ്സ് ഓവർ ദ മൈനോറിറ്റി ഫോർമർ ക്യാപിറ്റലിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിക്ടാറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്ന സമയത്ത് മെജോറിറ്റി ആയിട്ടുള്ള പ്രോലിറ്റേറിയറ്റുകൾ, മൈനോറിറ്റി ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളുമുള്ള അധികാരം ഉണ്ടാവും. പക്ഷെ അപ്പോഴും സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. കാരണം മാർക്സ് പറയുന്നത് അവിടെ ഒരു കോയേഴ്സീവ് പവറിന്റെ ആവശ്യം അവിടെ ഉണ്ട്. കാരണം ഇതൊരു ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്, കമ്മ്യൂണിസത്തിലൂടെ എത്തിയിട്ടില്ല, ക്യാപിറ്റലിസത്തിന് വിട്ടും കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ കമ്മ്യൂണിസത്തിനും വേണ്ടി സമൂഹത്തെ പാകപ്പെടുത്തുന്നതിനുള്ള ഒരു സ്റ്റേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോയേഴ്സീവ് മെഷർ അല്ലെങ്കിൽ കോയേഴ്സീവ് എൻറ്റിറ്റി ആയിട്ട് സ്റ്റേറ്റ് അവിടെ ആവശ്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് കൗണ്ടർ റെവല്യൂഷണറി ഫോഴ്സസുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു വയലന്റ് റെവല്യൂഷനിലൂടെയാണ് ഈ പ്രോലിറ്റേറിയറ്റുകൾ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ ഓവർത്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു കൗണ്ടർ റെവല്യൂഷന്റെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കൗണ്ടർ റെവല്യൂഷനെ ഒഴിവാക്കുക, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും, ക്യാപിറ്റലിസത്തിന് ബാക്കിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന കോഴ്സീവ് എലമെന്റ് അപ്പോഴും അവിടെ നിർത്താനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിക്ടാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റിൽ പറയാനുള്ളത്. അതായത് ഇങ്ങനെ ഒരു ട്രാൻസിഷണൽ ഫേസ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ ഓവർത്രോ ചെയ്തിട്ട് കമ്മ്യൂണിസം വരുന്നതിന് മുമ്പുള്ള ഒരു ട്രാൻസ്മിഷൻ ഫേസ് ആണ്. അവിടെ മെജോറിറ്റി ആയിട്ടുള്ള പ്രോലിറ്റേറിയറ്റ്, മൈനോറിറ്റി ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളുടെ മുകളിൽ അധികാരം ഉണ്ടാകുമ്പോൾ അവിടെ യഥാർത്ഥ ഡെമോക്രസി, കോൺക്രീറ്റ് ഡെമോക്രസി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിക്ടാറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയറ്റിൽ പറയാനുള്ളത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, പീപ്പിൾസ് ഡെമോക്രസി, അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.